എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പഴം കൊണ്ടുള്ള പായസമാണ്. നമുക്ക് പായസത്തിന്റെ വിശേഷത്തിലേക്ക് പോകാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നല്ല പഴുത്ത പഴം. ഇവിടെ ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ പഴുത്ത പഴമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് കുറച്ച് ശർക്കര വേണം, അതുപോലെ തന്നെ കുറച്ച് നെയ്യ് വേണം, കുറച്ച് ഏലക്കായ വേണം, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, കുറച്ച് മുന്തിരി വേണം, പിന്നെ ഒരു നാളികേരത്തിന്റെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാം പാൽ എടുത്തു, അതുപോലെ തന്നെ 2ാം പാൽ എടുത്തു, പിന്നെ 3ാം പാൽ എടുത്തു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഴം കൊണ്ടുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. കഷ്ണങ്ങളാക്കിയിട്ടുള്ള പഴം നമ്മൾ കുക്കറിലിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. പഴം നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ വിസിലിന് നമുക്ക് പഴം എടുക്കാം. അപ്പോൾ ഈ വിസിൽ ഇടിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്കായാൽ എല്ലാ ആളുകളും ലൈക്ക് ചെയ്യണം. നമുക്കിതാ ഏകദേശം നമ്മളെ ഈ പഴം വെന്ത് വിസിൽ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് പോകാം. നമ്മുടെ കുക്കറിലിട്ട് വേവിച്ച പഴം നമ്മളെടുത്ത് നടു കീറി അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത പൊടി പോലെയുള്ള ഭാഗമൊക്കെ ഒഴിവാക്കി നന്നായിട്ട് ഇതേപോലെ സെറ്റായി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 3ാം പാല് ചേർത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മൾ 3ാം പാലും അതോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പഴവും ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് വേന്ത് സെറ്റാവണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ. ഈ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ശർക്കര ഇതിൻ്റെ അകത്ത് ചേർക്കാം. അപ്പം നമുക്ക് കുറച്ച് ശർക്കര ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3 ആണി ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം 3 ആണി ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിക്കുക. അപ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 2ാം പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം 2ാം പാലും കൂടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വേവിക്കാം. നെയ്യിട്ട് അതിലേക്ക് നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് ഇനി അതിലേക്ക് മുന്തിരി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതാണ് നമുക്ക് ഇതിൽ ഒരു വറവായിട്ട് ഇടേണ്ടത്. അപ്പം 3ാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മൂന്നാം പാല് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏലക്കായ, ആ ഏലക്കായ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ വറവ് റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ ഈ പായസത്തിലേക്ക് ചേർത്താൽ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് പഴം പായസം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.